തീം 4 തിങ്കേഴ്സ് ബിലീഫ്സ് ആൻഡ് ബിൽഡിങ്സ്. ചിന്തകർ, വിശ്വാസങ്ങൾ, നിർമ്മാണങ്ങൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബുദ്ധിസം. ബുദ്ധമതത്തിൻ്റെ തത്വങ്ങൾ വിശദമാക്കുക. ബുദ്ധമത ദർശനപ്രകാരം ലോകം ക്ഷണികവും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതുമാണ്. 4 ആര്യസത്യങ്ങൾ, അഷ്ടാംഗമാർഗം എന്നിവയാണ് ബുദ്ധമത തത്വങ്ങളുടെ അടിസ്ഥാനം. 1. ലോകം ദുഃഖമയമാണ്. 2. ദുഃഖത്തിൻ്റെ കാരണം ആഗ്രഹങ്ങളാണ്. 3. ആഗ്രഹങ്ങൾ ഇല്ലാതാക്കിയാൽ ദുഃഖത്തെ മറികടക്കാം. 4. അഷ്ടാംഗമാർഗം അനുഷ്ഠിച്ചുകൊണ്ട് ദുഃഖങ്ങളെ ഇല്ലാതാക്കാം. ശരിയായ വാക്ക്, ശരിയായ പ്രവൃത്തി, ശരിയായ ജീവിതം, ശരിയായ പരിശ്രമം, ശരിയായ ഓർമ്മ, ശരിയായ വീക്ഷണം, ശരിയായ തീരുമാനം, ശരിയായ ധ്യാനം എന്നിവയാണ് അഷ്ടാംഗമാർഗങ്ങൾ. The world is transient and constantly changing. The basic principles of Buddha based on 4 noble truths and 8-fold paths. The world is full of sorrows. Desire is the cause of sorrows. Sorrows can be overcome by removing desires. Desires can be removed by observing Ashtanga Marga. They are right speech, right action, right livelihood, right exercise, right memory, right observation, right determination, and right meditation. Second question, explain the differences between Hinayana and Mahayana. കനിഷ്കൻ്റെ ഭരണകാലത്ത് ബുദ്ധമതം 2ആയി പിളർന്നു. 1 ഹീനയാനം, 2 മഹായാനം. ഹീനയാനം, ചെറിയ വാഹനം. ഹീനയാനക്കാർ ബുദ്ധൻ്റെ മൗലിക തത്വങ്ങൾ പിന്തുടർന്നു. മഹായാനം, വലിയ വാഹനം. ബുദ്ധൻ്റെയും ബോധിസത്വന്മാരുടെയും വിഗ്രഹങ്ങളുടെ ആരാധന ഈ പാരമ്പര്യത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി തീർന്നു. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് സ്തൂപാസ്. സ്തൂപങ്ങളുടെ ഘടന വിശദമാക്കുക. ഇൻ ദി ബിഗിനിങ് ദ സ്തൂപാസ് വെയർ സിമ്പിൾ സെമി-സർക്കുലർ മൗണ്ട് ഓഫ് ദ എർത്ത്. ഇറ്റ് വാസ് ലേറ്റർ കാൾഡ് അണ്ട. Gradually, stupas became more complex structures. Above the anda, a balcony-like structure was built. It was called the harmiga. Arising from the harmiga was a mass called Eshti. It was often surmounted by a chhatri or umbrella. ആദ്യകാലത്ത് സ്തൂപങ്ങൾ അർത്ഥവൃത്താകൃതിയിലുള്ള ലളിതമായ മൺമേടുകളായിരുന്നു. ഇത് പിൽക്കാലത്ത് അണ്ട എന്ന പേരിൽ അറിയപ്പെട്ടു. ക്രമേണ സ്തൂപങ്ങളുടെ ഘടന സങ്കീർണമായി തീർന്നു. അണ്ടയുടെ മുകളിൽ ബാൽക്കണി പോലുള്ള നിർമ്മിതി ഉണ്ടാക്കി. ഹർമിക എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. ഹർമികയിൽ നിന്ന് ഒരു കൊടിമരം ഉയർന്നു നിന്നിരുന്നു. ഇതിനെ യാഷ്ടി എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിന് ചുറ്റുമായി കുടകൾ കാണാം.